ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വിനാഗിരിയൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു നാരങ്ങ അച്ചാറാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നാരങ്ങ അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ നാരങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ അച്ചാറിന് വേണ്ടി നാരങ്ങ എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത നാരങ്ങ എടുക്കുക. ഒത്തിരി പച്ചയാണെങ്കിൽ അച്ചാറിനൊരു കയ്പ്പ് വരും. ഇനി ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം. അതിനുവേണ്ടി ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നാരങ്ങ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് പുഴുങ്ങിയെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി നേരം വെച്ച് പുഴുങ്ങരുത്, എന്നാലും നാരങ്ങയെല്ലാം പൊട്ടിപ്പോവും. അതൊന്ന് ശ്രദ്ധിക്കുക. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് പുഴുങ്ങിയെടുത്ത നാരങ്ങ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ആ നാരങ്ങയുടെ ആ തോട് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ പുഴുങ്ങിയെടുക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി പുഴുങ്ങിയെടുത്ത നാരങ്ങയെല്ലാം നന്നായിട്ട് തുടച്ചെടുക്കണം. നമ്മൾ അച്ചാറിടുന്നതുകൊണ്ട് തന്നെ ഒട്ടും വെള്ളമയം ഈ ഒരു നാരങ്ങ ഇരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഒരു തുണി വെച്ചോ അല്ലെങ്കിൽ ഒരു കിച്ചൺ ടിഷ്യൂ പേപ്പർ വെച്ചോ ഓരോ നാരങ്ങയും നന്നായിട്ട് തുടച്ച് മാറ്റി വെക്കുക. ഇപ്പോൾ ഇതിനകത്തിലെ വെള്ളമയമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങ് പൂത്തു പോകും. അതുകൊണ്ട് എല്ലാം നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് 4ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് 8 പീസായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം. അതൊക്കെ അവരവരുടെ ഇഷ്ടം. ഞാനിപ്പോൾ ഇത് 4 പീസായിട്ട് എല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കട്ടിംഗ് ബോർഡേ വെച്ചും കട്ട് ചെയ്തെടുക്കാം. പക്ഷെ നമ്മൾ കട്ടിംഗ് ബോർഡേ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തിലെ ജ്യൂസൊക്കെ കുറേയൊക്കെ പോകും. അതുകൊണ്ടാണ് ഞാൻ കൈവച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കഴിയുന്നതും കട്ടിംഗ് ബോർഡേ വെച്ച് കട്ട് ചെയ്യുമ്പം ഒത്തിരി അതിൻ്റെ ജ്യൂസൊക്കെ പോവാതെ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി ബാക്കിയുള്ള നാരങ്ങ ഇതുപോലെ നമുക്ക് 4 പീസായിട്ട് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നാരങ്ങയെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നാരങ്ങയ്ക്ക് നല്ല പുളിയുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് ഉപ്പ് പിടിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഞാനൊരു 15 മിനിറ്റാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ സമയമുണ്ടെങ്കിൽ കൂടുതൽ നേരം വെച്ചാൽ അത്രയും നല്ലതായിരിക്കും. ഇനി അച്ചാർ തയ്യാറാക്കാനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കാം. അപ്പോൾ എപ്പോഴും അച്ചാറിന് നല്ലെണ്ണ ആയിരിക്കും നല്ലത്. അപ്പോൾ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വെളുത്തുള്ളി 2ആയിട്ട് കീറിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം 3 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് കാന്താരി മുളക് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ചേർത്താലും മതി. അതിലൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇത് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ കാന്താരി മുളക് ചേർത്ത് വഴറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിത് കീറാതിടുന്നതുകൊണ്ട് തന്നെ എണ്ണയിലിട്ട് വഴറ്റുമ്പോൾ ഇത് പൊട്ടിയൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇതിൻ്റെ അകത്തിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 10-15 സെക്കൻഡ് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ നാരങ്ങയ്ക്കകത്ത് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തില്ലായിരുന്നു. ഇനി ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് തണുക്കണം. അതിനായിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റിയെടുത്ത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം. നാരങ്ങ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നാരങ്ങ ചേർത്ത് കൊടുത്തിട്ട് ആ നാരങ്ങയിലേക്ക് ആ മസാലയൊക്കെ പിടിക്കുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു നാരങ്ങ അച്ചാറിലേക്ക് വിനാഗിരി ഒന്നും ചേർക്കാതാണ് ഈ ഒരു നാരങ്ങ അച്ചാർ തയ്യാറാക്കി എടുക്കുന്നത്. ഇതിപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന വിനാഗിരി ഒന്നും ചേർക്കാത്ത നാരങ്ങ അച്ചാർ റെഡിയായി. അപ്പോൾ നമ്മൾ നാരങ്ങ അച്ചാറൊക്കെ കുറച്ച് ദിവസം ഇരുന്നതിന് ശേഷം കഴിക്കുമ്പോഴായിരിക്കും അതിൻ്റെ തോടൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് അലിഞ്ഞ് വരുന്നത്. അപ്പോൾ നമ്മൾ അച്ചാർ സൂക്ഷിക്കാൻ വേണ്ടി കഴുകി വൃത്തിയാക്കി നന്നായിട്ട് ഉണങ്ങിയ ഗ്ലാസിൻ്റെ അല്ലെങ്കിൽ സിറാമിക്കിൻ്റെ ഒരു ജാറിൻ്റെ അകത്തിൽ വിട്ട് വേണം അച്ചാർ സൂക്ഷിക്കാൻ. അപ്പോൾ നമ്മൾ അച്ചാറൊക്കെ എപ്പോഴും എടുക്കുമ്പോൾ ഉണങ്ങിയ സ്പൂണൊക്കെ ഇട്ടെടുക്കുക. അതുപോലെ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ കുറേ നാളിത് കേടുകൂടാതിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ശരണേസ് റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്